കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ് ലേഖനത്തിൻ്റെ പഠനത്തിനായി പിന്നെയും ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ദൈവസന്നിധിയിൽ എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ദീർഘമായ പ്ലാനിങ്ങോടുകൂടി ഡയറിയിലൊക്കെ 2024, 2025, 2026, 2027 ഇങ്ങനെ വർഷങ്ങൾ ഓരോരുത്തരും പ്രോഗ്രാമൊക്കെ തയ്യാറാക്കി പല പല കമ്പനികളും പല 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 സ്ഥാപനങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഓരോ പ്രൊജക്റ്റുകൾ അവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിങ് UK അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ മാൾ തുടങ്ങാൻ തന്നെ അവിടെ മാൾ ഇവിടെ മാൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. മുമ്പോട്ട് പോകുന്നവരുണ്ട്, സ്വപ്നം കണ്ടു പോകുന്നവരുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലോകം അതിൻ്റെ പാപത്തിൻ്റെ അത്യുച്ഛ കോടിയിൽ എത്തി നിൽക്കുന്നു എന്ന് ദേവദാസന്മാർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും അവരോട് ചേർന്ന് ഞാനും അതങ്ങനെ തന്നെ പറയും. പാപത്തിൽ ലോകം ഏറ്റവും മുൻപന്തി നിൽക്കുക. നമുക്കറിയാം, സ്തോത്രം, ലോത്തിന്റെ ഭവനത്തിൽ വന്നവരെ സ്തോത്രം പ്രാപിക്കാനായിട്ട് ആ ദേശത്തുള്ള സോദോം ഗോമോറ നിവാസികളിൽ എങ്ങനെയുള്ളവരാ വന്നത്? ആബാലവൃദ്ധം, വയസ്സന്മാര് തൊട്ട് ബാലന്മാര് വരെ 19-ാം അധ്യായത്തിലുണ്ട്. അതിനേക്കാൾ ഭീകരമായ നിലയിൽ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു ജാതി അതിൻ്റെ അകൃത്യം തികയുമ്പോൾ എന്ത് ചെയ്യും? ആ ജാതിയെ ദൈവം ന്യായം വിധിക്കും. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിരിക്കുക. നോഹയുടെ കാലത്താൽ പാപം വർദ്ധിച്ചു. പത്രം എടുത്ത് നോക്കിക്കോ. ഇൻസ്റ്റഗ്രാമിലും ഫോണിലും അതിലും കൂടിയൊക്കെ എന്തെല്ലാം അപകടങ്ങൾ, അനർത്ഥങ്ങൾ, മരണങ്ങൾ. സ്തോത്രം. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നയിക്കുന്നത്. ഈ സുന്ദരിമാരായ പെൺകുട്ടികളെ SI-മാരെയും IAS-കാരെയും അവരെയൊക്കെ കെണിയിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ലക്ഷങ്ങൾ സമ്പാദിക്കും. അത് പലരും പറയാതിരിക്കുന്നു. കാരണം അഭിമാനം ഓർത്ത് പലരും ഒരു ഗതിയില്ലാതെ പറഞ്ഞു പോകുന്നു. അപ്പോഴാണ് അവരൊക്കെ പിടിക്കപ്പെടുന്നത്. അതുപോലെ എന്തെല്ലാം ഈ എയർപോർട്ടിലൊക്കെ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവരുമ്പോൾ പിടിക്കുന്ന സംഭവം 100 സംഭവം സുഗമമായി കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം ഒരെണ്ണം കയറി പിടിക്കും. സ്തോത്രം. അപ്പോൾ അതുപോലെ എല്ലാ മേഖലകളിലും അഴിമതികളും അശുദ്ധികളെല്ലാം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതൊക്കെ അങ്ങോട്ട് പോട്ടെന്ന് വയ്ക്കാം. ആത്മീയ കോളത്തെ എന്നെടുത്ത് പഠിച്ചു നോക്കിയേ. സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശമൊക്കെ കാറ്റിൽ പറത്തി സ്തോത്രം അവരവർക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ദൈവം സഹിക്കത്തില്ല, ഒരിക്കലും സഹിക്കില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിക്കളയാനും കൂട്ടുചേർക്കാനും മറിച്ചു കളയാനും ദൈവം ആരെയും അനുവദിക്കുന്നില്ലെന്ന് മനസ്സിലായി. സ്തോത്രം, 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 സ്തോത്രം. ഈ ലോകത്തിൻ്റെ കോടതികളിൽ ശിക്ഷകൾ ഉറപ്പാക്കുന്നത് നമുക്ക് പലതും കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ മുൻപിൽ പല കാര്യങ്ങൾ. ഇപ്പോൾ മോഷ്ടിച്ചവനെ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തവനെ, ഹണി ട്രാപ്പ് ചെയ്തവനെ, ഇങ്ങനെ ഈ ലോകത്ത് കാണുന്ന പാപങ്ങൾക്കൊക്കെ ഈ ലോക കോടതിയിൽ കൊണ്ടുപോയി അവരെന്ത് ചെയ്തു? FIR ഒക്കെ ഇട്ട്, കേസൊക്കെ എടുത്ത് FIR ഇട്ട് അവരെ ശിക്ഷ വിധിച്ച് ലോകത്തിൻ്റെ കോടതി അവരെ ന്യായം. അതുപോലെ ശ്രദ്ധിക്കണേ, ഒരു സ്വർഗീയ കോടതിയുണ്ട്. സ്തോത്രം. ഈ സ്വർഗീയ കോടതിയുടെ മുൻപാകെ രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. എനിക്കോ നിങ്ങൾക്ക് കഴിയില്ല. ഈ ലോക കോടതിയുടെ മുൻപാകെ നമുക്ക് രക്ഷപ്പെടാം. പണം ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച്, വലിയ വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം. യൂട്യൂബുകാരനൊരു പാപം ചെയ്ത് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൊലപാതകം ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യൂട്യൂബിൽ ഏറ്റവും വലിയ ടോപ്പ് ലീഡർ വിളിച്ച് പറയാം, ഇതെൻ്റെ ആളാണ്. LDF ആണ്, ഇതെൻ്റെ ആളാണ്. BJP ആണെങ്കിൽ പറയുകയും വേണ്ട, തൊട്ടുപോരുന്നത് അമ്മൻ്റെ ആളാണ്. കേന്ദ്രം നമ്മുടെ കയ്യിലാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഞാനിതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ കോടതികളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. സ്വർഗീയ കോടതിയുടെ മുൻപാകെ നമ്മൾ പിടിക്കപ്പെടും. രക്ഷപ്പെടാൻ പഴുതുകളില്ല അവിടെ.
അതുകൊണ്ടാണ് വചനത്തെ കോട്ടിക്കളയുന്ന, കൂട്ടുചേർക്കുന്ന, മറിച്ച് കളയുന്നവർക്കെതിരെ ശക്തമായി ഞങ്ങളെപ്പോലുള്ളവർ പ്രതികരിക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ചെയ്യാതെ രക്ഷപ്പെടാൻ സ്വർഗീയ കോടതിയിൽ നിങ്ങൾ പിടിക്കപ്പെടും, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വാ എന്നാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി. പലരും അതിനെ വളച്ചൊടിച്ച് കളയും. അപ്പം എന്ത് ചെയ്യാൻ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വഷളനെ എങ്ങനെ എണ്ണണമെന്നാ വചനം പറയുന്നത്? പിന്നെന്താ? വഷളനെ അയ്യോ അത് നല്ലൊരു മനുഷ്യനാണ്, ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നതാണോ നല്ലത്? വഷളനായിട്ടാണ്. വക്കറിനോട് നീ, പിന്നെ നീതിമാനോട് നീ നീതി കാണിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും എക്സസ് ഇല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഒരു വലിയ കൂട്ടം ജനത്തെ 430 സംവത്സരം എന്നൊക്കെ നമ്മൾ പറയുന്ന അടിമത്വത്തിൽ അല്ലേ, അടിമത്വത്തിൽ കിടന്ന ജനത്തെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്തു. അവന് അവിടെ 40 വർഷം സ്തോത്രം അവന് കൊട്ടാരത്തിൽ കിടന്നു. അത് കഴിഞ്ഞ് 40 വർഷം പിന്നെ ആടിൻ്റെ കൂടെ നടന്നു. പിന്നെ 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്താൻ വേണ്ടി നടന്നു. 40 120 ഈ 120 വർഷം കൊണ്ട് ഈ കഷ്ടപ്പെട്ട മനുഷ്യൻ അവസാനം ഈ ജനത്തെ നടത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്കെടുക്കാം ആവർത്തന പുസ്തകം 3-ാം അധ്യായം എടുക്കാം. വായിച്ചാൽ ടൈറ്റിലായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരിക. ആവർത്തന പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം എടുത്തിട്ട് വായിക്കും. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഹേമം തരുന്നതുകൊണ്ടാണ് പറയുന്നത്. 3-ന്റെ 25, 26, 27, 28 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അമ്മമാരെങ്കിലും നല്ല ശക്തിയോടെ ഉറച്ചു വായിച്ചാട്ടെ. ഞാൻ കടന്നുചെന്ന് യോർദാൻ അക്കരെയുള്ള ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെ കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത്. എന്തൊരു വർത്തമാനമാണ് ചിന്തിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനും അമ്മാമ്മയും സംസാരിച്ചുകൊണ്ട്, ഞാൻ അച്ഛനും സംസാരിച്ചുകൊണ്ട് കുറേയൊക്കെ സംസാരം പോട്ടോ മതി പാസിംഗ് ഒന്നും പറയട്ടെ അടുത്ത്. എന്താ കാര്യം? പ്രശ്നം എന്തോ ഒരു സംതിങ് വന്നു അതിൻ്റെ ഇടയിൽ, എന്തോ പ്രശ്നം അതിൻ്റെ ഇടയിൽ വന്നു. ദൈവത്തെ അഭിമുഖമായി കണ്ടവനാണ് മോശ എന്നാ പറയുന്നത് അല്ലേ? ദൈവത്തിന് മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ലെന്ന് പുസ്തകം പറയുന്നുണ്ട്. ആ പ്രവാചകന് സംഭവിച്ച ദുരന്തമാണ് ഇവിടെ പറയട്ടോ. സ്റ്റോപ്പ്, എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട, നിർത്തിക്കോ, ഒന്നും സംസാരിക്കണ്ട. കാരണം ദൈവത്തിന് മോശയോട് അനിഷ്ടമായി. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കും. 27, 28. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. 4 വശത്തേക്ക് നോക്കിക്കോ, ഒരു വശം നോക്കാതിരിക്കരുത്. കാരണം നീ ചെന്ന് കയറാൻ പോകുന്ന സ്ഥലത്തിന്റെ ഒരു ഐഡിയ നിനക്ക് കിട്ടിക്കോട്ടെ. 4 വശം നോക്കി. അടുത്ത ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരുളി ചെയ്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു പഠനം കൂടിയാണല്ലോ. എന്താ ഇവിടെ സംഭവിച്ചത്? എല്ലാവരും പറയുന്നു ദൈവത്തെ സ്നേഹസമ്പന്നൻ, ആർദ്രതയുള്ളവൻ, മനസ്വലിയുള്ളവൻ. ഈ കത്തോലിക്കക്കാരുടെ പാട്ടിലൊക്കെ ഊഞ്ഞാലിലിട്ട് ആട്ടുമെന്ന് പറഞ്ഞ കട്ടത് വരുമ്പോൾ അവരങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുക. ഊഞ്ഞാലിലിട്ട് അതിൻ്റെ കട്ടത് വരുമ്പോൾ നിന്നെ ഊഞ്ഞാലിലിട്ട് ആട്ടി, നിന്നെ താരാട്ട് പാടി, നിന്റെ വായിക്ക് പാല് കൊണ്ടും തന്ന് നിന്നെ കുടിപ്പിച്ച് നിന്നെ സന്തോഷിപ്പിച്ച് കിടത്തും. അങ്ങനെ ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു ചുമ്മാ പറയാ ആൾക്കാരെ. പാട്ടുകളിൽ നല്ലൊരു പങ്കും ഇമേജാണ്. പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും എന്നുള്ള പാട്ട് ഒരടക്ക സമയത്ത് പാടുന്നത് 10, 15, 20, 30 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടിയപ്പോൾ എൻ്റെ ദൈവദിനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, ഈ പേർ വിളിക്കുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? സൗരാവൊന്നും ഒരു യാഥാർത്ഥ്യമില്ല, ചുമ്മാ പാടുക. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങളാണ്. അവിടെ ആരുടെയും പേരൊന്നും വിളിക്കുന്നില്ല. നമുക്കൊരു പുതിയ പേര് തരുമെന്നുണ്ട് പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിലെ. സാംബാസ് ഇങ്ങോട്ട് വാ, ടോമിച്ചാൻ വാ, ഇന്നാള് വാ, IPC ഇങ്ങോട്ട് വരട്ടെ, ഷാരോൺ വരട്ടെ, ചർച്ച പോട്ടെ. ഇതൊന്നും അവിടെ ഇല്ല ദൈവമക്കളെ. യാതൊരു സ്വഭാവ വ്യത്യാസങ്ങളൊന്നും സ്വർഗത്തിലില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിന് ജീവിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് നിത്യതയിൽ ചെന്നെത്താം. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നമ്മുടെ യാത്ര മുടങ്ങും. ഇവിടെ കനാനിലേക്കുള്ള യാത്രയെ ആര് മുടക്കി? യോശുവ മുടക്കിയോ? കാലേബ് മുടക്കിയോ? സന്ദർഭാസ് മുടക്കിയോ? ദൈവം പറഞ്ഞു, മോശെ, ഓ സ്വത്രം, നിന്റെ കൂട്ടു സഹോദരനെ എന്ത് ചെയ്യുക? യോശുവയും കാലേബും പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന മോശയും കാലേബും അവര് വാഗ്ദത്ത കനാലിൽ പ്രവേശിക്കും. സ്വത്രം. എത്ര ദൗർഭാഗ്യകരമാണ്! വേദപുസ്തകത്തെ ഏതൊക്കെ നിലയിൽ നമുക്ക് പ്രസംഗിക്കാം. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇത്? ദൈവം നമ്മളെ അനുഗ്രഹിച്ച് റിയൽ എസ്റ്റേറ്റ് തരും, ആ എസ്റ്റേറ്റ് തരും, അങ്ങനെ തരും, ഇങ്ങനെ തരും. ഒരു ദിവസം 4-5 ഫ്ലൈറ്റിലൂടെ നിന്നെ കയറ്റി കറക്കി അനുഗ്രഹിച്ച് ദൂത് പറഞ്ഞ് നിന്നെ അങ്ങനെ ഇങ്ങനെ, ഓ എന്തൊക്കെയാണ് എൻ്റെ ദൈവം! ഇതെല്ലാം കേട്ട് ഞാൻ ബോധരഹിതനായി വീണു ഒരു ദിവസം. പക്ഷെ ഞാൻ പുസ്തകത്തിൽ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. നേരെ ബോധന അടിച്ച് അവൻ്റെ ഇടപാട് തീർത്ത് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ വഴി വെച്ച് വഴിമുടക്കിയ ചരിത്രമൊക്കെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അച്ഛൻ്റെ പേര് പൊന്നമ്പളം സഹോദരൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ വന്ദനം പറയാൻ മറന്നുപോയി. ഇവർ പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. സ്തോത്രം. വാത്സല്യ പ്രിയമുള്ളവരെ, പൊന്നമ്പളത്തിൽ ഒന്ന് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് ദൈവത്തിന് മുഖപക്ഷമില്ലെന്നേ. യാക്കോബ് പറയും ദൈവത്തിന് മുഖപക്ഷമില്ല. നമുക്കിവിടെ മുഖപക്ഷമേ ഉള്ളൂ. ഓരോ ചർച്ചകളിലും ചെന്ന് കഴിഞ്ഞാൽ പാസ്റ്ററിൻ്റെ ഹെഡിൽ ഇരിക്കുന്നവരൊക്കെ മുഖപക്ഷമുണ്ട്. അവർക്ക് ചേർന്ന് ആൾക്കാരെ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. സഹോദരൻ ഇങ്ങോട്ട് വാ, സഹോദരൻ പ്രാർത്ഥിക്കും, സഹോദരി പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിക്കണം, നീ അങ്ങോട്ട് മാറിയിരുന്നോ. ഇതൊക്കെ മുഖപക്ഷങ്ങളാണ്. ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുക. അദ്ദേഹത്തിന് വലിയ മാന്യത കൊടുക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ആരാധനയും ആ പാട്ടും ആ ദൈവാശ്രയത്തിൽ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണ്. ഒരു എരിവുണ്ട്, ഒരു ആത്മീയ എരിവുണ്ട്. സ്വർഗരാജ്യത്തെ പോകണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അതിനാ വന്നേക്കുന്നത്. ദീർഘദൂര യാത്ര ചെയ്ത് വന്നേക്കുന്നതിനാ. ഞാനിവിടെ വന്നതിനാ നമുക്ക് സ്വർഗത്ത് പോകണം ഒരുമിച്ച്. അതിനുള്ള വചനങ്ങൾ, ഉപദേശങ്ങൾ പഠിച്ചെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും ദൈവ പ്രമാണം വിട്ട് നമ്മളാരും പുറകോട്ട് പോകരുത്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ 2 പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ എടുത്ത് പറയാം. അത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക 1, 2 സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. ഞാനിങ്ങനെ ചിന്തിക്കും, നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു സാധനം വല്ലതും ആണോ പിടിച്ചുകൊണ്ടിരിക്കുക? നമ്മുടെ കൈ കൊടുത്താൽ പിടിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ മനസ്സിലായ വാക്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കി തന്ന കർത്താവ് 2 തെസ്സലോനി 2:15 വാക്യം വായിച്ച്. അതാണ് അതിന്റെ പൊരുൾ. 2 തെസ്സലോനി 2:15 കുറച്ച് വായിച്ചു കേട്ടോ. നമ്മൾ വിഷയത്തിലേക്ക് വരിക. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ അതാ അവിടെ പറഞ്ഞത്. നിത്യജീവനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മെറ്റീരിയൽ അല്ല അവിടെ. ആ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. പ്രമാണം എപ്പോൾ നമ്മൾ വിടുമോ? ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ചില പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രമാണം മോശ വിട്ടപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ യാത്ര ഇവിടം വരെ മതി. ഇനി പ്രമാണത്തിൽ നിൽക്കുന്നവൻ ജനത്തെ അക്കരെ കടത്തട്ടെ. എനിക്ക് പ്രസ്ഥാനങ്ങളോടും ബഹുമാനപ്പെട്ട നേതൃത്വ നിരകളോടും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ നടത്തപ്പെടുന്ന ജനം സ്വത്രം ഒരുപക്ഷെ ആ ബയൂലദേശത്തെത്തും. നിങ്ങൾ അവിടെ കാണുകയില്ല. എന്താ കാര്യം? ദൈവവചനത്തിന്റെ വ്യവസ്ഥയെല്ലാം കാറ്റിൽ പറത്തി കോടതി, കേസ്, വഴക്ക്, മറ്റു ദൈവവചനത്തിന് ഹിതമല്ലാത്ത പല കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് പാപം പിടിച്ച ജനം പാട്ടും പാടി സന്തോഷത്തോടെ അക്കരെ ചെല്ലും. യോശുവയും കാലേബിനെ പോലൊരു ചെറിയ പക്ഷം നിങ്ങൾ ഒരുപക്ഷെ നിത്യമായ നാശത്തിലേക്ക് പതിക്കാനിടയായി. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടി ഹൃദയത്തിൽ ഇന്നലെ പ്രകാശിപ്പിച്ചത് പറയുകയാണ്. 2 കിങ്
ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം കൂടി വായിച്ചിട്ട് കൊലോസ് ലേഖനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. 2 രാജാക്കന്മാർ. സ്തോത്രം. ഇത് ഹൃദയത്തിൽ ശക്തമായി ഇടപെട്ടാണ്. അത് 5-ൻ്റെ നമുക്ക് എല്ലാം വായിക്കാൻ സമയമില്ല. അതിൻ്റെ 25-ഉം 26-ഉം 27-ഉം വായിച്ചാൽ മതി. ബാക്കി ചരിത്രം നിങ്ങൾ വായിച്ചു കൊള്ളുക. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. അപ്പോൾ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയി എന്ന് ചോദിച്ചു. അടിയനെങ്ങും പോയില്ല. സ്തോത്രം. പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം. ദൈവങ്ങളെ, ഒരു കാര്യം ഞാൻ തിരിച്ചെടുത്ത് പറയാം. നമ്മൾ അധ്വാനിച്ച് ഗൾഫിലൊക്കെ പോയി മക്കൾ ജോലി എടുത്തൊക്കെ തോട്ടം മേടിക്കുക, അതല്ല, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഗേഹസി ആരായിരുന്നു? എഞ്ചിനീയർ ആയിരുന്നു, വേലക്കാരനായിരുന്നു അല്ലേ? ദൈവദാസൻ. ഒരു ദൈവദാസന്റെ കൂടെ കൈക്ക് വെള്ളമൊഴിച്ച് കിടന്ന ദൈവദാസൻ, അനുഗ്രഹീതനായ ദൈവദാസന്റെ ശിഷ്യൻ. അപ്പോൾ സുവിശേഷ വേലക്കാരനായിട്ട് നമുക്ക് അവനെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത ദൈവദാസന്റെ ശിഷ്യനാണ്. ഈവൻ ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറി എന്ത് സംഭവിച്ചു? നയമാന്റെ രഥത്തിന്റെ പിറകെ ഓടി. സ്വത്രം. ഇവന്റെ ഓട്ടം എന്തായിരുന്നു? എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ, ആകയാൽ സാക്ഷികളുടെ സമൂഹം, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ പിറകെ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രമാണത്തിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കാനാണ് പറയുന്നത്. നിത്യജീവന് വേണ്ടി. പരദേശി ഘോഷയാത്രക്കാരൻ ഓടുന്നത് പോലെ ഓടാനാണ് നമുക്ക് വ്യവസ്ഥ തന്നിരിക്കുന്നത്. പാപത്തെ വിട്ടോടണം, അനീതി വിട്ടോടണം, അശുദ്ധി വിട്ടോടണം, ദ്രവ്യാഗ്രഹം വിട്ടോടണം. പക്ഷെ ഇവിടുത്തെ ഓട്ടം ദ്രവ്യത്തിന്റെ പിറകെ ഉള്ള ഓട്ടമാണ്. അങ്ങനെ ഓടിയപ്പോഴാണ് ദൈവദാസനായ എലീശ ഇവിടെ പറയുന്നത്, ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം. എന്നോട് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, സുവിശേഷ വേലക്കാരോട് നീ ഇത് വിളിച്ചു പറ. യൂട്യൂബിൽ പോകുന്നൊരു മെസ്സേജാണിത്. വാട്സപ്പ് മാത്രമല്ല, ടെലഗ്രാം മാത്രമല്ല. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ദാസന്മാരോട് സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. മുമ്പ് ഇച്ചിരി ക്രൂവൽ മൈൻഡ് പോലെ എനിക്ക് തോന്നിപ്പോയി. ഇപ്പൊ ഞാൻ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറയുക, നിങ്ങളുടെ ഓട്ടം ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയാകരുത്. നിങ്ങളുടെ ഓട്ടം ദ്രവ്യം സമ്പാദിപ്പാനാകരുത്. നിങ്ങളുടെ സുവിശേഷ വേല ദ്രവ്യം സമ്പാദിക്കാനോ വസ്ത്രം ധരിക്കാനോ. മോദി 10 ലക്ഷത്തിന്റെ കോട്ടിട്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ 100 രൂപ ഷർട്ട് ഇട്ട് നടക്കണം. 100 രൂപ ഷർട്ട്. എന്തിനാ ഈ പണത്തിന് പിടിച്ചു? സുവിശേഷ വേല ചെയ്ത് കാശുണ്ടാക്കി അവർ ധരിക്കുന്ന വസ്ത്രമൊക്കെ ഉണ്ട്. നമ്മൾ ബോധം കെട്ട് തറയിൽ പോകും. പോട്ടെ, അതൊക്കെ പോട്ടെ നോക്കാം. പിന്നെ അടുത്ത് ഒലിവ് തോട്ടം, അടുത്ത് മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ. ഈ ദാസീദാസന്മാർ എന്ന് പറയുമ്പോൾ ആരാന്നുള്ള മനസ്സിലായോ? ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്, ഞങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ട്. ഇത്ര ദാസീദാസന്മാർ ഞങ്ങളുടെ കീഴിൽ ഉണ്ട്. നല്ല കാര്യങ്ങളാണ്. ജനത്തെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടി ദാസീദാസന്മാർ കിടന്ന് പരിശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് നമ്മുടെയൊക്കെ കീഴിൽ ദേവദാസന്മാർ നിൽക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. അല്ലാതെ കർത്താവ് 21-ാം അധ്യായത്തിൽ മത്തായി, അത് നമ്മ എന്ന് വായിച്ച് കേൾപ്പിക്കണേ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം എല്ലാവർക്കും എടുക്കാം. അങ്ങനെയുള്ള ദാസീദാസന്മാരാണെങ്കിൽ എന്താ ഗുണം? അതുകൊണ്ട് 23-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ വായിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, ആമേൻ, നിങ്ങൾക്ക് നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുന്നുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും
വായുരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്ത് ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ദൈവമേ സ്തോത്രം. അടുത്ത് ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകത്തിന് യോഗ്യനാകും. മതി 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 മതി. ഇതാണ് ശുശ്രൂഷകൾ. എന്താ പറയുക? ഞങ്ങൾക്ക് ഇത്ര പ്രസ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരുണ്ട്, ഞങ്ങൾ ഇതെല്ലാം ഉണ്ട്. കാര്യം ശരിയാണ്. ഇവരെല്ലാവരും ദൈവരാജ്യത്തിൽ എത്തിക്കാനാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ട് ഗുണം? വേലയും കൂലിയും കളഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഈ ആത്മീയ കോളത്ത് കാണുന്ന. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊബൈലിൽ വന്ന ഒരു വാർത്ത പുറത്തു പറയാൻ പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? കേട്ടോ? പാസ്റ്ററിനെ കുറിച്ച് എപ്പിസോഡിൽ പുറത്തു പറയാൻ പറ്റത്തില്ല, പുറത്തു പറയാൻ പറ്റത്തില്ല. അത്ര ലജ്ജാവഹം. ഒരു ട്രാക്ടർ കൊണ്ടുവന്നൊരു അക്രൈസ്തവന്റെ വീട്ടിലോ ഒരു കത്തോലിക്കിൻ്റെയോ ഒരു മർത്തമക്കാരൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരെന്താ പറയുന്നത്? എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങളെ കൂടി പഠിപ്പിക്കില്ലേ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോകും. ആ കാലമായി മാറി. എന്താ കാര്യം? മാതൃകയുള്ള ഒരു സംഘമായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നാ ചിലർ പറയുന്നത്. അവരെങ്ങനെ ചെയ്തിട്ട് പാസ്റ്റർ കിട്ടിയത് പാസ്റ്റർ പറയാനാണ്. അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും സമൂഹങ്ങളും എന്തും അപകടകരമായ അവസ്ഥയിലേക്ക് പോവുക. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പണ്ടൊരു ഉപദേശി പറഞ്ഞതാ, പുറത്തിറങ്ങണമെങ്കിൽ ഇതുപോലൊരു ടവല്, ആശ്രയിച്ച് കാണണമെങ്കിൽ ഇതുപോലൊരു ടവൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് പോകാൻ. എന്താ കാര്യം? ഞാനൊരു പാസ്റ്റാണെന്ന് അറിയുമ്പോൾ ഒരു ദേ പോകുന്നൊരുത്തൻ എൻ്റെ ചങ്കിന് വേദനയുള്ളതുകൊണ്ട് ഞാൻ ഈ പറയും. വേദന. ഞാനൊരു കർത്താവിൻ്റെ ദാസനാണ്, വേല ചെയ്യുന്നവനാണ്. ചെറുതെങ്കുമായ കൂട്ടങ്ങളെ വചനം പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളിലും പോയി ദൈവവചനം പഠിപ്പിക്കുക. സ്തോത്രം. എൻ്റെ ഒരു കൂട്ടു സഹോദരനെതിരെ, എൻ്റെ ഒരു കൂട്ടുദാസനെതിരെ FIR ഇടുമ്പോൾ, കേസിടുമ്പോൾ, അവരെ അകത്താക്കുമ്പോൾ, അവരെ ലോകം പരിഹസിക്കുമ്പോൾ അതിൻ്റെ പരിഹാസത്തിൻ്റെ ചുവകൾ എനിക്കും കൂടെ കിട്ടി. അല്ലേ? എനിക്കും കൂടെ കിട്ടിയ എനിക്കും വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ, പൗലോസ് ലേഖനത്തിലെ വിഷയത്തിലേക്ക് പോകുക, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താനായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. നമ്മൾ ഇന്ന് പഠിക്കുന്ന ലേഖനത്തിലെ സ്തോത്രം ഗോൾഡൻ വേർഡ് എന്നുള്ളത് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കൊലോസ് ലേഖനമാണ് നമ്മുടെ പഠന വിഷയം. അതിൻ്റെ 8-ാം വാക്യം 6-ാം വാക്യം മുതൽ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക. ആരുടെ കൂട്ടായ്മ? ദയവായിട്ട് എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. കൂട്ടായ്മയെക്കുറിച്ച് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്. വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 4 വരെ വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും. യേശുക്രിസ്തു നമ്മുടെ കൂട്ടായ്മ ആരോടാ? വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ആരോടാ കൂട്ടായ്മ? പിതാവിനോട്, പുത്രനായ യേശുക്രിസ്തു. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ആരോടാ? ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ കണ്ടുവരുന്നത്.
വലിയ സ്തോത്രം. പല പല ആൾക്കാരെയും ഞാൻ എടുത്ത് പഠിച്ചു നോക്കിയിട്ട് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡിലുള്ളവരുമായിട്ടൊരു കൂട്ടായ്മ. ആ സ്റ്റാൻഡേർഡിൽ കുറഞ്ഞ ആൾക്കാരുടെ കൂട്ടായ്മയില്ല. മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളെല്ലാം ഒന്നുപോലെ കാണാനുള്ള കൂട്ടായ്മ പലർക്കും ഇല്ല. ഹല്ലേലൂയ. അവിടെ മുഖപക്ഷം കാണിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശക്തമായൊരു ദൂത് തന്നു. മുഖപക്ഷം പാപം. ദൈവത്തിന് മുഖപക്ഷമില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മ ആരോടാണെന്നാണ് ഇന്ന് വൽക്കാലം ചോദിച്ചത്. ആരുമായിട്ടാണ് നമുക്കൊരു ചർച്ച വേണം, നമുക്കൊരു പാസ്റ്റർ വേണം, നമുക്കൊരു വിശ്വാസി വേണം, നമുക്ക് കുറേ വിശ്വാസികൾ വേണം, ആത്മീയ ബന്ധങ്ങൾ വേണം, സ്നേഹബന്ധങ്ങൾ വേണം, ഊഷ്മളമായ ആത്മീയ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതൊക്കെ നല്ലതാണ്. അവരുമായിട്ടുള്ള കൂട്ടായ്മകളും നല്ലതാണ്. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതും കൂട്ടുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ കൂട്ടായ്മ ആരോടായിരിക്കണം? പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകും. ഇത് വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമായത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. അപ്പോൾ ഈ മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരോട് നമുക്ക് കൂട്ടായ്മ, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇതറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനോടും യേശുക്രിസ്തുവിനോടുമാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? പിതാവിനോടും പുത്രനോടും. ഇതാ വചനത്തിന്റെ വ്യവസ്ഥ. ഇനി കാണുന്ന ഒരു ചെറിയ പീസ് വാക്യമുണ്ടല്ലോ, 4-ാം വാക്യം, അത് വായിച്ചേ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. മതി. അപ്പൊ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാത്തത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചു നോക്കിയാൽ വചനം ഒന്ന് ചിന്തിച്ചു. കൂട്ടായ്മ ബന്ധം ശരിയല്ല. ഇത് വിശ്വാസികളെ ഞാനെടുത്ത് പഠിച്ചിട്ട്, ശുശ്രൂഷകന്മാരെ പഠിച്ചിട്ട്, പ്രിയപ്പെട്ടവരെയൊക്കെ എടുത്ത് അവർക്ക് ഒരു സന്തോഷവും പ്രത്യാശയും ഒന്നുമില്ല. എന്താ കാര്യം? എൻ്റെ കുടുംബാന്തരീക്ഷം എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരുപക്ഷെ തടസ്സമായിരിക്കാം. എൻ്റെ സമൂഹത്തിലെ ആൾക്കാരൊക്കെ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന് തടസ്സമായിരിക്കാം. അവരെന്നെ പഴിക്കുകയോ ദുഷിക്കുകയോ നിന്ദിക്കുകയോ ഞാൻ കള്ളനെന്നോ ഞാൻ പിടക്കാണെന്നോ എന്നൊക്കെ അവർ പറയുന്നുണ്ടാകാം. ഞാൻ നന്നായി ജീവിച്ചാലും അവർ പറയും ഇവർ കൊള്ളരുതാത്തവൻ. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലിരിക്കുമ്പോൾ പുരോഹിതന്മാർ തമ്മിൽ പറയുക, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ ഒരുത്തെഴുന്നേറ്റു. എന്ത് ചതി ചെയ്തു? യേശുക്രിസ്തു എന്ത് ചതി ചെയ്തു തരുന്നു? ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും? ആദാമ്യ പാപനിമിത്തം മരിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവസാനത്തുള്ളി ചോര വരെയും ഊറ്റിത്തന്ന് മനുഷ്യനെ രക്ഷിച്ച് പിതാവിനോട് ബന്ധിപ്പിക്കുവാൻ നിരപ്പിക്കുവാൻ താൻ ആ ദൗത്യം നിറവേറ്റിയപ്പോൾ അത് ലോകത്തിന് തോന്നിയത് ചതിയായിട്ടാണ്. ഞാനും നിങ്ങളും പ്രമാണത്തിൽ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ചാൽ നമ്മെ ചതിയന്മാരെന്ന് ലോകം വിളിക്കും. അവിടെ എനിക്ക് പറയാനുള്ളത്, പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നീ ആയിരുന്നാൽ നിനക്ക് എന്ത് കിട്ടും? സന്തോഷിക്കാൻ കഴിയും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇതെഴുതുന്നു. കുടുംബാന്തരീക്ഷങ്ങളിൽ, സഭാ ജീവിതങ്ങളിൽ ദുഃഖത്തോടെ, പ്രയാസത്തോടെ, നിന്ദകള്, പഴികള്, ദൂഷികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ അവന് ആ വ്യക്തികളോട് ദൈവവചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിതാവും പുത്രനുമായിട്ടൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാണ്. ഇനി നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ എപ്പോഴാണ് സന്തോഷം പൂർണ്ണമാകുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 2-ാമത്തെ വാക്യം വായിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. ആമേൻ. നാം ഇന്നതാവുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തന്നെ ഉണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. യേശു ക്രിസ്തുവിനോടുള്ള രൂപാന്തര ശരീരം, ക്രിസ്തുവിനെ പോലെ ഒരു രൂപാന്തര ശരീരം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നവര്.
ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:5. അതിലിപ്പോൾ നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ഭൂമിയിൽ നമ്മള് ദൈവമക്കളായി തീർന്നു. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം സ്വർഗത്ത് നമുക്ക് കിട്ടും. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. കാരണം എന്താ? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ, പിതാവും പുത്രനുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി കർത്താവുമായിട്ട് സ്തോത്രം ആത്മാവിൽ നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ, നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചു, അതെന്റെ ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവുമായി തീർന്നു. ഇത് വിശ്വാസികൾക്ക് സന്തോഷമില്ലാത്തത് എന്തുകൊണ്ട്? പ്രത്യാശയില്ലാത്തത് എന്തുകൊണ്ട്? സമാധാനമില്ലാത്തത് എന്തുകൊണ്ട്? ദൈവവുമായിട്ട് അവർക്ക് ബന്ധമില്ല, ദൈവവുമായിട്ട് അവർക്ക് കൂട്ടായ്മയില്ല. ഹല്ലേലൂയ. സത്യത്തിൽ ഇന്നിവിടെ വന്നെത്തുന്ന പോലും ഞാൻ പ്രതീക്ഷയില്ല. കാരണം നമ്മുടെ കൂട്ടു സഹോദരൻ ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് മടിച്ചു. പിന്നെ ആരാണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. പപ്പ എന്തായാലും കഷ്ടം സഹിച്ചാണെങ്കിലും വളരെ യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവിടെ വരെ വന്നെത്തിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ വന്നുകൊണ്ട് നഷ്ടം വന്നില്ല. കാരണം എന്താ? കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടി. പിതാവും പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും. നമ്മുടെ സന്തോഷം പൂർണ്ണമാ. ഇവിടെ യോഗനാഥൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് എഴുതിയിരിക്കുന്നു. ഇച്ചിരിയൊന്നുമല്ല. അപ്പൊ ആ സന്തോഷത്തിന് പത്രോസ് പറയുന്ന വേറൊരു പദം നിങ്ങൾക്കറിയാമോ? ആരും അത് ചിന്തിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. അങ്ങനെ സന്തോഷം ലോകത്തുണ്ടോ? ഉണ്ട്. ദൈവമക്കൾക്കുണ്ട്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടി ആനന്ദിക്കുന്ന ക്രിസ്ത്യ ജീവിതമാണ് പിതാവും പുത്രനുമായിട്ട് കൂട്ടായ്മ ബന്ധമുള്ളവർക്ക്. നമുക്ക് ആ കൂട്ടായ്മ ബന്ധമുണ്ടോ? ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നടന്നുകൊള്ളാൻ. ഒരു ശകലം പോലും പിന്നോട്ട് പോകരുത്. ലോകത്തിന്റെ യാതൊന്നും നമ്മുടെ കൂട്ടായ്മ ബന്ധം തകർത്ത് കളയരുത്. എനിക്കറിയാം, ദരിദ്രനായി ജീവിച്ച അനേക പ്രിയപ്പെട്ടവര് സമ്പന്നതയൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞ ഇത്തിരി പേര് എനിക്കറിയാം. എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന ജോസഫ് അച്ചാൻ പറഞ്ഞൊരു കഥ ഞാൻ ഇപ്പോഴും പറയാം, മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. താറാവിന്റെ പുറകെ പ്രിയാച്ചായൻ നടന്നിരുന്നെങ്കിൽ സ്വർഗത്തിൽ കണ്ടേന്ന്. ഏതച്ചായൻ? AP യോഹന്നാനച്ചായൻ. താറാവിന്റെ പുറകെ നടന്ന് കെറുകെറെന്നും പറഞ്ഞിങ്ങനെ കിണ്ടി കിണ്ടി നടന്നെങ്കിൽ ഒരു 10-25 വർഷം കൂടി നടന്നാൽ പോരെ? എന്റെ ചിന്ത എന്താ? മരിച്ചു കഴിഞ്ഞ് കോടാനുകോടി വർഷം സ്വർഗത്ത് പോയി ജീവിച്ചോടെ സന്തോഷത്തോടെ. ഇപ്പൊ എന്താ പറ്റി? ഇതാരും ചിന്തിക്കുന്നില്ല. എന്താ പറ്റി? ആരും ചിന്തിക്കാത്ത കാര്യം ഞാൻ ഈ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഇവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. ഓക്കെ, നിത്യതയിലോ? അത് പിന്നെ അല്ലേ പാസ്റ്റർ? എൻ്റെ അനിയൻ ബന്ധത്തിലൊരു അനിയനോട് ചോദിക്കും, ഞാൻ മോനെ നീ എന്നെ കളിച്ച് പ്രായം കുറവുണ്ട്, ഞാൻ നീ രക്ഷിക്കപ്പെടണം, സ്ഥാനപ്പെടണം, ഞങ്ങളെപ്പോലെ വിശ്വാസത്തിലൊക്കെ വരണം കേട്ടോ, ആത്മീയരായി തീരണം, മരണാന്തര ജീവിതമുണ്ട്. എൻ്റെ പൊന്നിയായിട്ട് ആരും ചേട്ടൻ ഇതുവല്ല കണ്ടോ? എന്തോ മറുപടി പറയാനാ? ചേട്ടൻ ഇത് കണ്ടോ? ഇതുണ്ടെന്നൊക്കെ ഇതിൽ എഴുതി വെച്ചേക്കണല്ലേ? അപ്പം നമ്മളിപ്പോൾ ഈ ഭൂമി നമുക്ക് കിട്ടിയേക്കുന്നത് പുള്ളി നല്ല സ്മോളിൻ്റെ ആളാണ്. കൊറോണയൊക്കെ വാലും ചുരുട്ടി ഓടുമെന്ന് പറഞ്ഞു, ഇത് 2 അടിച്ചോണ്ട് ഇടുന്നത് ഇവിടെ പറച്ചില്ല. എന്തൊരു മറുപടിയാണ് നോക്കി. പുള്ളി പറയുന്നത് ഒരു പ്രശ്നമില്ല, നമുക്ക് മിതമായിട്ട് കഴിക്കുക, ദിവസം കഴിക്കാം, മിതമായിട്ട് ഒരു കുഴപ്പമില്ല, ജീവിതം സന്തോഷിക്കുക. എടാ പൊന്നു സഹോദര, നീ മരണാനന്തരം നിന്റെ ജീവിതത്തിൽ നീ ഒന്നുകിൽ രണ്ട് സ്ഥലം, ഒന്ന് യാതനാ സ്ഥലത്ത് അല്ലെങ്കിൽ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ചോദ്യം എന്തോ പറയും അവരുടെ മറുപടി. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത നോക്കുകയും പാപം. നമ്മൾ വിശ്വസിക്കുന്നു, അത് ദൈവവചനം പറയുന്നു, അത് വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് പറഞ്ഞു, അത് വിശ്വസിക്കുന്നു. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അത് മുഴുവൻ ഉണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഏത് നിലയിലുണ്ടായി ഇതൊക്കെ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പൊ സഹോദരന്മാരുമായിട്ട് കൂട്ടായ്മ ബന്ധം ഒരു പക്ഷേ നമുക്ക് പറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല.
സമാധാനത്തിലായിരുന്നോളും, സ്നേഹത്തോടായിരുന്നോളും, വഴക്കൊന്നും ഇട്ടിട്ട് പോകരുത്. എന്നാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം മുടങ്ങിപ്പോകരുത്. മരിക്കുന്നവരെയും അവസാന ശ്വാസം പോകുന്നവരെയും കർത്താവുമായിട്ടുള്ള ആത്മീക ബന്ധം, കൂട്ടായ്മ ബന്ധം, പ്രാർത്ഥനാ ജീവിതം, വചന ധ്യാനം, വിശുദ്ധ ജീവിതം, വചനത്തിൽ നിന്ന് ഉപദേശങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് കർത്താവിനെ പിൻപറ്റുന്ന അവസ്ഥയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കരുത്. ഇതിപ്പോൾ ഒത്താലൊന്ന് വേദോസ്തം വായിക്കുക, ഒത്താലൊന്ന് പ്രാർത്ഥനയ്ക്ക് പോവുക, ഒത്താലൊന്നൊരു ആത്മീയ കൂട്ടായ്മ നടത്തുക, ഒത്താലൊന്ന് ക്ലാസ്സിന് പോവുക. ഇതാണ് അപകടം. അതാ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തത്. അനേകർ കുഴഞ്ഞു കിടക്കുന്നതിന് കാരണം അതാ. യേശു കർത്താവ് ഈ ഭൂമിയിലുള്ളപ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്കൊന്ന് വായിച്ചേ. ഇതിങ്ങനെ ഹൃദയത്തിൽ കർത്താവ് തരുന്നുകൊണ്ട് പറയാതിരിക്കാനും നിവൃത്തിയില്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ എന്തെങ്കിലും സോറി മത്തായി അല്ല, അതല്ല, 9-ന്റെ 36, 37, 38, 9-ന്റെ 8-ന്റെ അല്ല 9. പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സരിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടു. നിങ്ങളെ ഈ വചനത്തോടൊപ്പം വരണം, എന്നോടൊപ്പം വരണം. ഇപ്പൊ കർത്താവ് വന്നപ്പോ ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും ആരും ഇല്ലേ ചാ? ഉണ്ടായി. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യുക? 21-ാം അധ്യായത്തിലെ പരിപാടി അവർ ചെയ്തോണ്ടിരിക്കുക. അങ്ങാടിയിൽ വന്നനോ അതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സുഖിച്ചു സന്തോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പുരുഷാരത്തെ കാണുന്നത് എങ്ങനെയാ? കുഴഞ്ഞവരും. എന്താ കാര്യം? അവർക്ക് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പുരോഹിതന്മാരില്ല. മത്തായി 23-ന്റെ 1 നമ്മൾ പഠിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അർത്ഥം മോശയ്ക്ക് മോശയ്ക്ക് പകരമായി ദൈവം അവരെ നിർത്തിയിരിക്കുക. പക്ഷെ അവർ ചെയ്യുന്നത് എന്താ? നേരെ കറക്റ്റ്, അതാ വർഷം നേരെ കറക്റ്റ് വാക്യ ഘടകവിരുദ്ധം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അവർ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്യുന്നില്ല, പ്രവൃത്തിയില്ല. വിശ്വാസം മാത്രമുണ്ട്, കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം, വേദോസ്തം മാറത്തെ പിടിച്ചോണ്ടൊക്കെയാ പോകുന്നത്. പക്ഷെ പ്രവൃത്തിയില്ല. അതുപോലെ ആയി മാറിയില്ലേ ഇന്ന്? ഹല്ലേലൂയ. അവരെയല്ലേ കർത്താവ് സർപ്പസന്തതികൾ എന്ന് വിളിച്ചത്? കുരുടന്മാരും മൂഢന്മാരും എന്നൊക്കെ രൂക്ഷമായ ഭാഷയിൽ അവരെ വിളിച്ചില്ലേ? അപ്പൊ നമ്മളെ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു പൊസിഷനുണ്ട്. അത് വിട്ട് നമ്മൾ ഒരിക്കലും താഴോട്ട് പോകരുത്. നീ ഒരു സുവിശേഷനാണെങ്കിൽ സുവിശേഷന്റെ വേല ചെയ്യുക, നീ അപ്പോസ്തലനാണെങ്കിൽ അപ്പോസ്തലന്റെ വേല ചെയ്യുക, സ്വത്രം നീ ഉപദേഷ്ടാവാണെങ്കിൽ ഉപദേഷ്ടാവിന്റെ വേല ചെയ്യുക, നീ പ്രവാചകനാണെങ്കിൽ പ്രവാചകന്റെ വേല ചെയ്യുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ചില ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. 5 വിധ ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവം നിയമിച്ചു പുതിയ നിയമസഭയ്ക്ക്. അവരവരുടെ പ്രവൃത്തി ചെയ്യും. അപ്പൊ സഭ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ഇതെന്താണ്? ശുശ്രൂഷ വൃന്ദങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ആരാണെന്ന് ദൈവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു ഉപദേഷ്ടാവാണോ? ഞാൻ വചനം പഠിപ്പിക്കുന്നവനാണോ? ഞാനൊരു പാസ്റ്ററാണോ? ഞാനൊരു ഇടയനാണോ? ഞാനൊരു സുവിശേഷകനാണോ? ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചത് പ്രാപിക്കണം. ഓരോരുത്തരായിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു തിരുത്തൽ ആവശ്യം. മടങ്ങി വരണം. ദൈവസഭ മടങ്ങി വരണം. പഥ്യവചനം പഥ്യോപദേശത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വരണം. ദൈവദാസന്മാർ മടങ്ങി വരണം. നടത്തുന്ന ജനത്തെ ആ വചന വ്യവസ്ഥ പ്രകാരം നടത്തണം. അല്ലെങ്കിൽ അവർ ചിഹ്നിയവരായി, അവർ കുഴഞ്ഞവരായി പോകും. ഞാൻ ചോദിക്കട്ടെ, 8 മണിക്കൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഞാനൊക്കെ 16 മണിക്കൂർ ജോലി ചെയ്താണ്. 16 മണിക്കൂർ ജോലി ചെയ്ത് വന്നാൽ എന്നെ എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളും. എൻ്റെ ബുദ്ധി എല്ലാം ടയർഡായി, കംപ്ലീറ്റ് ക്ഷീണമായി. പിന്നെ ഒന്ന് കുളിച്ച് ഇച്ചിരി ആഹാരം കഴിച്ച് വിശ്രമിക്കാൻ. അങ്ങനെ വർഷങ്ങളോളം ജീവിച്ച ആളാണ് ഞാൻ. എന്നാൽ ആ വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ പ്രാർത്ഥന. അവിടെ ചില വെള്ളിയാഴ്ച ദിവസം ചെയ്യാം ദൈവത്തിനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും ആത്മീയകാര്യം. അങ്ങനെ ആ ഒരാഴ്ച അങ്ങനെ സന്തോഷമായിട്ട് തമ്മിൽ പ്രബോധിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഉപദേശം ഇല്ലാഞ്ഞിട്ട് പോലും
ഞങ്ങളെപ്പോലുള്ള മുറി ഉദ്ദേശിമാരായിരുന്നു അന്ന്. പറച്ചിലിനൊന്നും കുറവൊന്നുമില്ല, നല്ല ശക്തിയോടെ പറയുമായിരുന്നു. കാരണം വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കണ്ടതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ അറിഞ്ഞത് വെച്ച് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും. നീ വചനമനുസരിച്ച് നിന്നെ കീറിക്കളയുമെന്ന് സങ്കീർത്തനം പറഞ്ഞത് ഒരു സഹോദരൻ ഇപ്പോഴും എടുത്ത് പറയും. ഇപ്പൊ പിന്നെ കീറിക്കളയൊന്നൊന്നും പറയത്തില്ല. മടങ്ങി വന്നില്ലെങ്കിൽ നശിച്ചു പോകുന്നു പറയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അപ്പോൾ നമ്മള് ജനത്തെ വളർത്തിയെടുക്കേണ്ടവരെ, ശുശ്രൂഷ വൃന്ദങ്ങള് നമ്മുടെ ജനത്തെ വളർത്തിയില്ലെങ്കിൽ അവർ ചിന്നിച്ചെതറിപ്പോകും, അവർ കുഴഞ്ഞവരായി പോകും. ന്യായപ്രമാണം വ്യവസ്ഥാപിതമായി പഠിപ്പിച്ചെടുക്കേണ്ട, ഇപ്പൊ കർത്താവ് വന്നപ്പോൾ ന്യായപ്രമാണമാണ് അവിടെ ഉണ്ടായിരുന്നു, അത് ജനത്തെ പഠിപ്പിക്കണമായിരുന്നു. ഈ ന്യായപ്രമാണത്തിലൂടെയുള്ള രക്ഷ എന്താണെന്ന് പോലും അറിഞ്ഞൂടാത്ത വാർഷന്മാരിന്ന് ഭൂമി കിടക്കുന്നത് നല്ലൊരു ശതമാനം. ന്യായപ്രമാണത്തിലൂടെ എങ്ങനെ രക്ഷപ്പെടുന്നത്? സങ്കീർത്തനം 50:5 യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവരും. യാഗം കഴിച്ച് നിയമം ചെയ്ത രക്ഷപ്പെടാൻ ന്യായപ്രമാണ കാലത്ത് ഏത് പാപവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ പാപത്തിനേറ്റ ന്യായപ്രമാണം അനുശാസിക്കുന്ന യാഗമൃഗത്തെ കൊണ്ടുവന്ന് പുരോഹിതന്റെ നിലയിൽ കൈവച്ച് ഈ പാപം ചെയ്തവന്റെ പാപം അതിലേക്ക് ആവാഹിച്ച് അതിനെ അറുത്ത് വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപത്തിന് ക്ഷമ കിട്ടുക. ടെമ്പററി രക്ഷയാണ്, താൽക്കാലികമായൊരു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു വന്ന് സർവ്വലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ മാത്രമേ സർവ്വലോകത്തിലും പാപം ക്ഷമിക്കപ്പെടുകയുള്ളൂ. പിന്നെ രക്ഷ സാർവത്രികമാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ലോകത്തുള്ള എല്ലാ സർവ്വജാതികൾക്കും രക്ഷ. ഈ സർവ്വജാതികൾക്കുള്ള രക്ഷ എന്നുള്ള വിഷയം പത്രോസിന് അത്ര സൂചിച്ചില്ല. യഹൂദൻ പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഒരു തുപ്പട്ടി ഇറങ്ങി കാണിച്ചു കൊടുത്തത്. അറുത്ത് തിന്നുക പത്രോസേ. ഒക്കത്തില്ലേ? അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നീ അങ്ങനെ ചെയ്യത്തില്ല, തിന്നേ മതിയാവൂ നീ. കർത്താവ് അവനെ ആ പാഠം പഠിപ്പിച്ചു. ഇന്നും അനേകർക്ക് ആ വെളിപ്പാട് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി തുപ്പട്ടിയല്ല ചാവപ്പട്ടിയല്ല ഇറങ്ങി കാണിച്ചു. മനസ്സിലായോ? പത്രോസ് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചെല്ല്, കൊർന്നല്യോസിന്റെ വീട്ടിലുള്ള കോളിംഗ് അതിനുള്ള മുമ്പുള്ളൊരു ദർശനമാണത്. ഈ ജാതികളെടുക്ക പോവില്ലവൻ. മനസ്സിലായില്ലേ? ജാതികളെ ഒരു പ്രത്യേക നിലയിൽ കാണുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു പാസ്റ്റർ ഒരു ജാതിയെ കുറിച്ചുള്ള വിമർശനം നടത്തിയത് അത് ഇന്റർനെറ്റിൽ മുഴുവൻ പരസ്യമായി, ലോകം മുഴുവൻ കേട്ടു. ഇനി ഇവരിനി എന്നാ പറഞ്ഞാൽ എന്താ വിലയവർക്ക്? അവൻ അങ്ങനെയുള്ള ജാതിയാണ്, ഇങ്ങനെയുള്ള ജാതിയാണ് പരസ്യമായിട്ട് വൈക്ക് കൂടി പറഞ്ഞു. അതൊരു സഹോദരൻ പിടിച്ചെടുത്തിട്ട് അത് യൂട്യൂബിൽ ഇട്ട് കൊടുത്തു. ലോകം മുഴുവൻ കേട്ടു. താണ ജാതിക്കാരനാണെന്ന് പറഞ്ഞത്. അപ്പൊ ക്രിസ്ത്യാനികളിൽ നിങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ടോ? അതേ പത്രോസിന്റെ കൂട്ടരായി കിടക്കുന്ന നല്ലൊരു ശതമാനം. പത്രോസിനെ ശരിക്ക് പാഠം പഠിപ്പിച്ചു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയി ആ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. അവരൊക്കെ രക്ഷപ്പെട്ടു. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു നിത്യജീവന്റെ അവകാശികളായി മാറാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ മാധുരിമ എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ കൂട്ടായ്മ ബന്ധം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും. ഇനി കൂട്ടായ്മയിൽ നടപ്പിനെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താ? അവനിൽ വേരൂന്നുക. വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ശ്രദ്ധിക്കണേ. എന്താ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അർത്ഥം? കർത്താവിൽ ആശ്രയിക്കുക. ഒരു ചെറിയ വിഷയത്തിന് പോലും കർത്താവിൽ ആശ്രയിക്കുക. രോഗം വരും, കഷ്ടത വരും, ബുദ്ധിമുട്ട് വരും, ഞെരുക്കം വരും. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക. കർത്താവിൽ നിന്ന് സന്തോഷം പ്രാപിക്കുക. കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. വിഷയങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട. നീ ശരിക്കും മാനസാന്തരപ്പെട്ട് നിറകണ്ണുകളോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവിൽ നിന്ന് കിട്ടാത്തത് ഒന്നും തന്നെയില്ല. വേദപുസ്തകത്തിൽ വാക്യമില്ല, അവനാൽ സകലം സാധ്യമാണ്. എന്റെ ദൈവത്തിന് സകലതും സാധ്യമാണ്. അസാധ്യമായിട്ട് ദൈവത്തിന് ഒന്നുമില്ല. നമ്മളിപ്പോ പാട്ട് പാടും, അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറയും. ഭയങ്കര പാട്ടാണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് എല്ലാം നടത്തി തരുമെന്ന്. ഒരു വിഷയം വരുമ്പോ അറിയാം ഈ പാടുന്നവന്റെ ഗതി എന്താണ്. എന്നെ കേൾക്കുന്ന പതറിപ്പോവും. അതുകൊണ്ട് നമ്മുടെ ഏത് ആവശ്യത്തിനും, ചെറുതും വലുതുമായ ഏത് വിഷയത്തിനും ദൈവവാദപിടത്തിൽ വീണ് കിടന്നാൽ മതി. പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ മതി. ശുദ്ധീകരണം പ്രാപിച്ചാൽ മതി. കർത്താവിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കാനിടയായിത്തീരും.
അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. ഈ ഉപദേശത്തിന്റെ വ്യവസ്ഥ പലർക്കും അറിയത്തില്ല. അത് അവനിൽ വേരൂന്നുക, കർത്താവിൽ ആശ്രയിക്കുക. ഇവിടെ നിൽക്കുന്ന ഈ വാഴ, ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങൾ, ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്? വേരൂന്നുക. വേരൂന്നിട്ട് എന്ത് ചെയ്യും? അതുകൂടി അങ്ങ് പറ, ബാക്കി കൂടി പറ. അതിനാവശ്യമായ ലവണങ്ങൾ അത് വലിച്ചെടുക്കുന്നു. നമ്മൾ കാണുന്നില്ല അതൊന്നും. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക പരിപാടി. അടിയിൽ കൂടി പരിപാടി നടന്നുകൊണ്ടിരിക്കുക. വാഴയ്ക്ക് ആവശ്യമായത്, മറ്റു മരത്തിന് ആവശ്യമായത്, ജലാംശങ്ങളെല്ലാം വലിച്ച വേരിൽ കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റി. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇത് ഏത് വെള്ളത്തിലായി കിടക്കുന്നത് വലിച്ചെടുക്കുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം അല്ലേ? ശലോമോൻ പറയും, പൂവിനോളം ചമയാൻ ആർക്കും കഴിഞ്ഞില്ല. ആ തണ്ടിൽ കൂടി ആ സുഗന്ധം അല്ലേ, തണ്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ആ ശാഖകളിലൂടെ വന്നിട്ട് ആ പൂവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. ആ പൂവ് അങ്ങോട്ട് പറിച്ചു കഴിയുമ്പോൾ എന്തൊരു മനോഹരമാണ് ദൈവത്തിന്റെ സൃഷ്ടി. അതാ ശലോമൻ പറഞ്ഞത്. ശലോമൻ പറഞ്ഞതല്ല, ശലോമന് ഒരു പൂവിനോളം ചമയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു പൂവാണ് ഏറ്റവും മനോഹരം, സോളമൻ അല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ മനോഹര സൃഷ്ടി അല്ലെന്നല്ല അതിന്റെ അർത്ഥം. ശലോമന്റെ പ്രതാപങ്ങളും ശലോമന്റെ ഏറ്റവും വലിയ ആ ചിന്താഗതികളൊക്കെ ആ പൂവിനെ കൊണ്ട് ദൈവം അങ്ങ് പൊളിച്ചു കളയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനിൽ വേരൂന്നുക. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടി വായിക്കാം നമുക്ക്. ഒന്നുകൂടി